ഡോക്ടർ ഐസക്, അത് സുതാര്യമായിരിക്കും എന്ന് കൂടി പറയുന്നു. ഈ സ്വകാര്യ നിക്ഷേപം അത് ആകർഷിക്കുമെന്നുള്ളത് തുറന്നു പറയുകയാണ്, അത് തന്നെയാണ് ഉദ്ദേശമെന്നും പറയുന്നു. ഇപ്പോൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് ഭരണപക്ഷം ഉദ്ദേശിക്കുന്നതെന്ന കാര്യം അങ്ങേക്ക് വ്യക്തമായല്ലോ. നിലവിൽ ഓൺഗോയിങ് ആയ പദ്ധതികളിൽ ഇപ്പോൾ കിഫ്ബി എങ്ങനെയാണോ അങ്ങനെ തുടരും. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും എന്നതാണ് ഇപ്പോൾ ഭരണപക്ഷം പറയുന്നത്. കിഫ്ബി പൂർണ്ണമായി ഇല്ലാതാകുന്നതെന്നല്ല, അതിന് രൂപം മാറും. ആദ്യം വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതിയെക്കുറിച്ച് വീണ്ടും പറയാതെ വയ്യ. ഇടതുപക്ഷ സർക്കാർ ചില മാറ്റങ്ങൾ വരുത്തി, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നികുതി വെച്ചതെന്നുള്ളതാണ്. എന്ത് മാറ്റവും വരുത്തി? ഒന്ന്, ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്നൊരു കാറ്റഗറി ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹോർട്ടി വൈൻ എന്നൊരു കാറ്റഗറി, കൃഷിക്കാരുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, അതിന് 86% നികുതി അവർക്കുണ്ടാക്കി വിൽക്കാം. എന്താ ഇപ്പൊ ചെയ്തിരിക്കണേ? അന്ന് LDF ഭരിക്കുമ്പോൾ ഡിസ്റ്റിലറീസ് വന്നു, ഞങ്ങളുടെ ഉൽപ്പന്നവും കൂടി വിൽക്കണം, ഹോർട്ടി ആയിട്ടല്ല, ലോ ആൽക്കഹോൾ ബിവറേജ് ആയിട്ട്. അപ്പോൾ പറഞ്ഞത് അതിന് നികുതി നിശ്ചയിച്ചിട്ടില്ല, ഞങ്ങൾ ഹോർട്ടി വൈന് മാത്രമേ നികുതി നിശ്ചയിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഇമ്പോർട്ട് ലൈസൻസ് തരില്ല. അങ്ങനെ വീര്യം കുറഞ്ഞ ആൽക്കഹോള് ഇവിടെ കേരളത്തിൽ അവർക്ക് വിൽക്കാൻ പറ്റില്ല. നമ്മുടെ കൃഷിക്കാർ വളരെ ചെറിയ തോതിൽ ഉണ്ടായിട്ടുള്ളൂ, അവർക്ക് ഉണ്ടാക്കി വിൽക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന നയം. ഇപ്പം എന്താ ചെയ്തിരിക്കണേ? എന്ത് കാരണം പറഞ്ഞാണോ അവർക്ക് ഇമ്പോർട്ട് ലൈസൻസ് നിഷേധിച്ചത്, ആ തടസ്സം അങ്ങ് നീക്കി ബഡ്ജറ്റിൽ വീര്യം കുറഞ്ഞ ആൽക്കഹോളിന് 120-170% നികുതി ചുമത്തി പുറത്തുള്ള കമ്പനികൾക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇത് വലിയൊരു തട്ടിപ്പാണെന്ന്. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞ് വയ്ക്കല്ലേ വേണ്ടത്. കൃഷിക്കാരന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ആനുകൂല്യം ഇന്ന് ഇന്ത്യയിലേക്ക് ഡിസ്റ്റിലറീസ് തുറന്നു കൊടുത്തിരിക്കുന്നു. ഇതായാലും നിയമസഭയിൽ നിങ്ങൾ ചർച്ച ചെയ്യും. ഇതാ എൻ്റെ ആക്ഷേപം. അതിന് അബിൻ പറഞ്ഞ മറുപടി തൃപ്തികരമല്ല. വളരെ വേഗം കിഫ്ബിയെക്കുറിച്ചുള്ളത് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് മാറ്റാവുന്ന ഒരു സർക്കാർ വന്നിരിക്കുന്നു, അവരുടെ നയത്തിനനുസൃതമില്ലെങ്കിൽ മാറ്റം വരുത്തിക്കോളൂ. പക്ഷെ നിലവിലുള്ള പ്രൊജക്റ്റുകളില്ലേ, ആ പ്രൊജക്റ്റുകൾക്കുള്ള ബില്ലാരെ കൊടുക്കാം. കിഫ്ബിക്ക് വായ്പ എടുക്കണ്ട, ബഡ്ജറ്റിൽ നിന്ന് കൊടുക്കും. 15,000 കോടി രൂപയുടെയെങ്കിലും ബില്ല് വരുമെന്ന്, അതിനെവിടെന്നാ ബഡ്ജറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കാം? അങ്ങനെ ഈ ബില്ല് ഡിലേ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺട്രാക്ടർമാർ പണി നടത്തുമോ? കിഫ്ബി പ്രൊജക്ടുകൾ സ്തംഭനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. നിലവിലെ പദ്ധതികളെ ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമല്ല എന്നാണ് പറയുന്നത്. അതെ, അത് മാത്രമല്ല ഞാൻ പറയുന്നത് ഇനി എങ്ങനെ റീസ്ട്രക്ചർ ചെയ്താലും വായ്പ എടുക്കണമല്ലോ. വായ്പയുടെ സ്വഭാവത്തെ മാറ്റം വരുത്തുന്നുള്ളൂ. വായ്പ വേണ്ടി വരും, അല്ല പിന്നെ എന്തിനാ കിഫ്ബി എന്ന ധനകാര്യ സ്ഥാപനം? ഈ വലിയ പ്രൊജക്റ്റുകൾക്കൊക്കെ വായ്പ എടുക്കണമല്ലോ. അപ്പൊ അതിന്റെ വായ്പ എടുക്കുന്ന രീതിയിലൊക്കെ മാറ്റം വരുത്തിക്കോളൂ. പക്ഷെ വായ്പ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി. നിങ്ങളിപ്പോൾ കിഫ്ബിയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ലണ്ടൻ മാർക്കറ്റിൽ ഒരു ബോണ്ടിറക്കി വായ്പ എടുക്കാൻ കെൽപ്പുള്ളൊരു സ്ഥാപനമായിരുന്നു. എന്നോട് ചോദിക്കണം, നിങ്ങൾ എന്തിനാ ലണ്ടനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ റേറ്റിംഗ് വേണം, നിങ്ങൾ റോഡ് ഷോ നടത്തണം, അവിടുത്തെ ബെസ്റ്റ് ഇഷ്യൂ ആയിട്ട് അംഗീകാരം നേടി. ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ അനൗൺസ് ചെയ്യണത് ഒരു പുതിയ പ്ലെയർ വന്നിരിക്കുന്നു, ആ ക്രെഡിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ ധവളപത്രം വെച്ചു ബഡ്ജറ്റ് പ്രസംഗത്തിലും ഇന്നിപ്പോൾ കിഫ്ബിയെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം കാണാൻ പോകുന്നത് ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ ഭാഗമല്ലേ? എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ട് ഈ സ്ഥാപനത്തിന്? ഈ ധനകാര്യ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി കളഞ്ഞിട്ട് നിങ്ങൾ നാളെ എന്തായിട്ട് ഇതിനെ മാറ്റാൻ പോണത്? ഇതിനൊക്കെ ഇരുത്തം വേണോ? ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്.
ഞാൻ കിഫ്ബിയെ മാറ്റിക്കൂടാ ഇങ്ങനെ തന്നെ പറഞ്ഞോളൊന്നും ഞാൻ പറയുന്നില്ല. ഭരിക്കുന്നവർക്ക് മാറ്റം വരുത്തണമെങ്കിൽ നിയമമുണ്ട്, ആ നിയമം ഭേദഗതി ചെയ്യണം. അതിന് പഠിക്കണോ പഠിച്ചോളൂ. ഈ പഠിത്തം തീരുന്നതിന് മുമ്പ് ഇതിനൊക്കെ പ്രഖ്യാപിച്ച് ഈ രീതിയിൽ ഇതിനെ ലാംബൂൺ ചെയ്യേണ്ടത് എന്ത് നയമാണെന്ന് ഇതൊക്കെ. അല്ല, ധവളപത്രത്തിൽ ശരിയായ ധവളപത്രത്തിൽ ഈ സാമ്പത്തിക വിദഗ്ധർ പഠിച്ചിട്ടാണല്ലോ ഈ കിഫ്ബിക്കെതിരെ എത്ര പേജുകളിലാണ് ധവളപത്രത്തിൽ വിമർശനമുള്ളത്. അപ്പോൾ ഒരു പഠനം നടന്നിട്ടുണ്ട്. അത് തന്നെ പറഞ്ഞത് സാമ്പത്തിക വിദഗ്ധരാണ്. ദേ നെവർ ഓപ്പറേറ്റഡ് ഇൻ ദ മണി മാർക്കറ്റ്. ഞാൻ പറയുന്നത് ആദികേശനോട് ഇരിപ്പുണ്ട്. ആദികേശനോട് ചോദിക്കൂ, ഇങ്ങനെ ലാംബൂൺ ചെയ്ത് ഔദ്യോഗികമായിട്ട് ഏതെങ്കിലും വിമർശകൻ പറയുന്നതല്ല, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നതല്ല, സർക്കാർ തന്നെ ഇങ്ങനെ താറടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നാളെ എങ്ങനെ ഈ സ്ഥാപനത്തെ മാറ്റിയാലും അതിനെവിടെയെങ്കിലും ചെന്ന് വായ്പ എടുക്കാൻ പറ്റുമെന്ന് യു ആസ്ക് ആദികേശവൻ. അദ്ദേഹം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്മാറിക്കോളാം. ശരി, ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം, പക്ഷെ എനിക്കൊരു ബ്രേക്ക് വേണം. ഇങ്ങനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു ബഡ്ജറ്റിലേക്ക് ഇട്ട്. ശരി, അങ്ങ് കിഫ്ബിയിലാണ് അങ്ങേക്ക് വൈകാരികമായി തന്നെ അങ്ങ് പ്രതികരിക്കുന്നത്. ഞാൻ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.